ഓ ഐ എം റിയലി സോറി. ഇതാ എന്റെ കൈ പിടിച്ച് എണീറ്റോ? എനിക്ക് തന്റെ കൈയൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയാം ഒറ്റയ്ക്ക് എണീക്കാൻ. എന്നാ ഓക്കെ, ഒറ്റയ്ക്ക് എണീറ്റോ. ഓ എന്റെ തലക്ക് ബോൾ എറിഞ്ഞിട്ട് അവന്റെ സംസാരം കണ്ടില്ലേ? അത് കയ്യൊന്നും അറിയാതെ പറ്റിയതാ എന്നോട് പറഞ്ഞില്ലേ, സോറി എന്ന് പറഞ്ഞു. പിന്നെ തന്റെ പ്രശ്നം എന്താ? തനിക്ക് രണ്ട് ഉണ്ടക്കണ്ണുണ്ടല്ലോ, നിനക്ക് കാണില്ല ഇവിടെ ആൾക്കാർ നടക്കുന്നൊന്നും. അവൻക്ക് കണ്ണ് മാത്രമല്ല സ്പെക്സ് വെച്ചേ. പിന്നെ നിനക്ക് കണ്ണിന് വല്ല കാഴ്ചശക്തി കുറവുണ്ടോ? കൊച്ചെ, തനിക്കെന്നെ ശരിക്കും അറിയില്ല, മര്യാദക്ക് സംസാരിച്ചോ. എന്തറിയില്ല എന്നാ താനീ പറയുന്നേ? ഓ, താനിത് ന്യൂ അഡ്മിഷൻ ആണോ? ആ അതെ, തനിക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ന്യൂ അഡ്മിഷൻ ആണെന്ന്? ആ, അല്ലാതെ ആരും എന്നോട് ഇങ്ങനെ പെരുമാറില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് നീ ആരാ? ദേ, ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട്. മിണ്ടാതെ പോകച്ചേ. കൊച്ചോ? ആരാടാ തന്നെ കൊച്ചി? റീന, ഇത് നോക്ക് റൂബി, ഇവൻ എന്റെ ബോൾ തലക്കറിഞ്ഞിട്ടേ ഇവൻ എന്നെ എന്നോട് ചൂടാവുന്നേ. എടി അത് സാരല്ലടി, നീ അത് വിട്. ആരാ റൂബി ഇത്? അത് പിന്നെ രാഹുൽ, ഇത് ന്യൂ അഡ്മിഷനാ. ആ, അതെനിക്ക് മനസ്സിലായി. അല്ലാതെ ആരും എന്നോട് ഇങ്ങനെ പെരുമാറില്ല എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് താൻ ആരാടോ? എടി റീന, എന്താടി ഇത്? നീ അവനെന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, ഞാനല്ലേ നിന്റെ ഫ്രണ്ട്. എടി ഇപ്പൊ നീ ഒന്ന് മിണ്ടാതിരിക്ക്. ദേ റൂബി, ഇവളെ വിളിച്ചോണ്ട് പോയിക്കോ. എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കൊരു പറയാൻ പറ്റൂല. ന്യൂ അഡ്മിഷൻ അല്ലേ, ഇപ്പൊ തന്നെ വാങ്ങിച്ചു കൂട്ടണ്ടോ വിചാരിച്ചിട്ടാ മിണ്ടാതിരിക്കുന്നേ. സോറി രാഹുൽ, താൻ പൊക്കോ. എന്താടി ഇത്? നീ എന്തിനാ അവനെ സപ്പോർട്ട് ചെയ്യുന്നേ? അവൻ എന്റെ തലക്കറിഞ്ഞിട്ട് എന്നോട് ദേഷ്യപ്പെടുന്നേ. എന്താടി ഇത്? ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ കൊള്ളാക്കല്ലേ? അവൻ ആരും ഇവിടുത്തെ? എടി അവൻ ഇവിടുത്തെ സീനിയർ ആണ്. സീനിയർ വിചാരിച്ചിട്ട്? എടി നിനക്ക് അവനെ അറിയാത്തോണ്ടാണ്. അവനൊന്ന് പിടിച്ച് റാഗ് ചെയ്താണല്ലോ, പിന്നെ നീ കോളേജിൽ നിൽക്കൂല. ഓ പിന്നെ നീ ഇപ്പൊ ഒന്ന് സമാധാനപ്പെട്. എടി നിക്കടി, നീ എങ്ങോട്ടേ ഓടി പോകുന്നേ? എടാ, എന്താടാ നിന്റെ പ്രശ്നം? ഇന്ന് വരെ ഈ കോളേജിൽ ആരും എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. എന്താ അവളുടെ അഹങ്കാരം? നീ ഇതുവരെ അത് വിട്ടില്ലേ? ഞാൻ എങ്ങനെ വിടണമെന്നാ നീ പറയുന്നത്? അവക്കുള്ള പോണി ഞാൻ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഡേ അല്ലേ വിചാരിച്ചിട്ടാ മിണ്ടാതിരുന്ന്. ഓ, നീ ഇനി ആ ഒരു പ്രശ്നത്തിൽ നിൽക്കണ്ട. അവൾ എന്നോട് പറഞ്ഞതിനൊക്കെ പലിശ അടക്കം ഞാൻ കൊടുക്കും അവക്ക്. എന്റെ ദൈവമേ, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നീ എന്താന്ന് വെച്ചാ കാണിക്കുന്ന? രാഹുൽ, എന്താടി പ്രശ്നം? നിന്റെ ഫ്രണ്ട് എന്തോ ഇവനോട് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. എന്താടി ഇത്? അവള് കുറച്ച് ദേഷ്യമുള്ള കൂട്ടത്തിലാണ്. അപ്പൊ ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അവൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവും. അതാ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞേ. അത് വിചാരിച്ച് എടാ രാഹുൽ, നീ അത് വിട്. ഞാൻ എന്തായാലും വിടൂല. അവക്കുള്ള പണി ഞാൻ കൊടുക്കും. ഓ എടാ, ഞാൻ പറയുന്ന കേക്ക്. അവൾ അറിയാതെ പറഞ്ഞതോ? അതേടാ, ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. നമ്മുടെ ലാസ്റ്റ് ഇയർ അല്ലേ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇവനിങ്ങനെ പറഞ്ഞാൽ ഇനി പ്രശ്നം ഉണ്ടാക്കും തോന്നുന്നില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ പോയിക്കോ. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞ ഡീലാക്കാം. റെഡിയാ കേക്കണേ. ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇവനെങ്ങാനും പ്രശ്നം ഉണ്ടാക്കി അവൾ അടങ്ങും തോന്നില്ല. അവള് നന്നായിട്ട് പറയും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ പോയിക്കോ, ക്ലാസ് തുടങ്ങാനായില്ലേ.